ഹലോ ഗീസ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ജാപ്പനീസ് സീരീസ് സുക്കുമിച്ചി മോളെ ഫാന്റസി സീസൺ 2 എപ്പിസോഡ് 8 ആണ്. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് പനിയാണ്, അതുകൊണ്ടല്ല എൻ്റെ വോയിസ് ഡിഫറൻസ് ആണ്. ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. വീഡിയോ ആണ് നല്ല മാക്സിമം ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ പറഞ്ഞ സമയങ്ങളെ നമുക്ക് വീഡിയോ കിട്ടുക. എപ്പിസോഡിന്റെ തുടക്കം തന്നെ കാണിക്കുന്ന ഹീറോനാണ്. സമ്മർ സീസണിലെ ഹീറോയുടെ ഡെമിപ്ലെയിൻ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ കാലാവസ്ഥ മാറുന്ന പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. കണ്ട എന്റെ പൊട്ടറ്റോ വരെ കേടായി പോയി എന്ന് പറഞ്ഞ മിയ സങ്കടപ്പെടുന്നു. ഇപ്പൊ ഈ കാലാവസ്ഥനെ പറ്റി പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് വന്നാലും റെഡി ആയിട്ടിരിക്കണം എന്ന് ഷീക്ക് പറയുന്നു. എങ്ങനെയെങ്കിലും ഇത് നമുക്ക് കൺട്രോൾ ചെയ്യണം എന്ന് ഹീറോ ആലോചിക്കുന്നു. എന്റെ റിസർച്ച് ഏകദേശം തീരാറായി. ഇങ്ങനെ എനിക്ക് 4 സീസണേയും കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് ടോമോ പറയുന്നു. അങ്ങനെയാണ് ശരി, ഞാനും റോസ് കാർഡിലോട് തിരിച്ചു പോവാം എന്ന് ഹീറോ പറയുന്നു. നിങ്ങൾ ഇത്ര പെട്ടെന്ന് പോവാണോ എന്ന് പറഞ്ഞ മിയയും ബാക്കിയുള്ളവർ സങ്കടപ്പെടുന്നു. യങ് മാസ്റ്റർ എന്നാ ഇത് നിങ്ങളെന്നെ വെച്ചോ, ഈ വെള്ള പറച്ചിലിട്ട ഞാൻ ഇവിടെ നിന്നും വിലവായിട്ട് പിടിച്ചു പിടിച്ച പോലെയാണല്ലോ എന്ന് ഹീറോ ആലോചിക്കുന്നു. ഈ വെക്കേഷൻ ടൈമിൽ നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ നടന്നിട്ടുണ്ട് എന്ന് ഷീക്ക് പറയുന്നു. ഹീറോ അവർക്ക് ബോണസായിട്ട് പഴം കൊടുത്തപ്പോൾ അവരോട് ഹാപ്പി ആവുന്നു. പഴത്തിന് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും. പിന്നെ കളിക്കുന്നത് അക്കാദമിയാണ്. അസസിംഗിലെ ലീഡറായ പ്രൊഫസർ ഹീറോനെ വന്ന് കാണുന്നു. സമ്മർ ബ്രേക്ക് കഴിഞ്ഞ് പുതുതായിട്ട് 2-3 സ്റ്റുഡൻസ് കൂടെ വന്നിട്ടുണ്ട്. അവരെ നിങ്ങളുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ ഹീലിംഗ് മോഷനൊക്കെ ഒത്തിരി നല്ലതാണ്, അതുപോലെ അതൊക്കെ വിലക്കുറവാണ് എന്ന് അയാൾ പറയുന്നു. എന്റെ കടയിൽ അതുപോലത്തെ കുറെ ഐറ്റംസ് ഉണ്ട്, ടൈം കിട്ടുമ്പോൾ പോയി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി എന്ന് ഹീറോ പറയുന്നു. ഹീറോ ഒരു മർച്ചന്റ് ആയതുകൊണ്ട് കുറെ ലവ് ലെറ്റേഴ്സ് ഒക്കെ ഹീറോയ്ക്ക് വന്നിട്ടുണ്ട്. 2-3 ഷീക്കിക്കും വന്നിട്ടുണ്ട്. ഹീറോയ്ക്ക് വന്നതിനെക്കാട്ടി ഭംഗിയുള്ളതാണ് ഷീക്കിക്ക് വന്നത്. പുതുതായിട്ട് 3 സ്റ്റുഡൻസ് ഹീറോ ക്ലാസ്സിൽ ജോയിൻ ആയിട്ടുണ്ട്. അതിൽ റെംബ്രാൻഡ് സിസ്റ്റേഴ്സും ഉണ്ട്. പുതുതായിട്ട് വന്ന എല്ലാവരും ഇൻട്രൊഡ്യൂസ് ആവാൻ വേണ്ടി ഹീറോ പറയുന്നു. എന്റെ പേര് ഷീഫു റെംബ്രാൻഡ്. എനിക്ക് ഈടായിട്ട് അസുഖം വന്നുകൊണ്ട് ഞാൻ ഇത്ര നാൾ ലീവിലായിരുന്നു. അതുപോലെ ഞാൻ ഒരു ഹ്യൂമൻ ആണ്. എന്റെ എലിമെന്റ് എർത്ത് ആൻഡ് ഫയർ ആണ് എന്ന് അവൾ പറയുന്നു. എന്റെ പേര് മീനു റെംബ്രാൻഡ്. ഞാൻ ഷീഫുവിന്റെ സിസ്റ്ററാണ്. എനിക്കൊരു ചെറിയ അസുഖം കാരണം ഞാനും ഇത്ര നാൾ ലീവിലായിരുന്നു. ഞാനിപ്പോൾ റിക്കവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു ഹ്യൂമൻ ആണ്. ഫിസിക്കൽ അറ്റാക്കും അതുപോലെ ആരോ ഞാൻ യൂസ് ചെയ്യും എന്ന് അവൾ പറയുന്നു. ഇവർ രണ്ടുപേരും ഇപ്പോൾ നല്ല രീതിക്ക് ഇരിക്കുന്നതാണ് എനിക്ക് നല്ല സന്തോഷമുണ്ട് എന്ന് ഹീറോ ആലോചിക്കുന്നു. എന്റെ പേര് എറിൻ ഫുഡ്. ഞാൻ വേറൊരു അക്കാഡമിയിൽ നിന്ന് ട്രാൻസ്ഫർ ആയി വന്നതാണ് എന്ന് അവൾ പറയുന്നു. ഹീറോയ്ക്ക് ഷീക്കി അവളെ കാണുമ്പോൾ എന്തൊരു ഡൗട്ട് അടിക്കുന്നു. എന്റെ ക്ലാസ് മൊത്തം മാജിക്കൽ പ്രാക്ടിക്കലാണ് എന്ന് ഹീറോ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നു. ഈ റെംബ്രാൻഡ് സിസ്റ്റേഴ്സ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, നമ്മളുള്ള സ്വപ്നം കണ്ടോണ്ടിരിക്കുകയാണോ എന്നാ ബോയ്സ് ഒക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ 3 സ്റ്റുഡൻസ് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യണം. പഴയ സ്റ്റുഡൻസ് എല്ലാം എന്നെ ഫോളോ ചെയ്തുവാ എന്ന് പറഞ്ഞ ഹീറോ അവരെല്ലാം തനിച്ച് വേറെ സ്ഥലത്തോട് കൊണ്ടുപോകുന്നു. ഞാനിപ്പോൾ ഒരു ബീസ്റ്റിനെ സമം ചെയ്യാൻ പോവാണ്. നിങ്ങൾ അതിനോടാണ് ഫൈറ്റ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ബാക്കി ട്രെയിനിങ് അതിൻ്റെ കൂടെ ആയിരിക്കും എന്ന് ഹീറോ പറയുന്നു. അപ്പോൾ ടീച്ചറിന് സമണി മാജിക്കും അറിയാവോ എന്ന് പറഞ്ഞ പിള്ളേർക്ക് ഷോക്കായിട്ടിരിക്കുന്നു. എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നതിന് ഒത്തിരി താങ്ക്സ്. ഹീറോ ലിസാൻമാനാണ് അവിടെ സമം ചെയ്തേക്കുന്നത്. എടാ നീ നിന്റെ 20% പവർ മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടാ എന്ന് ഹീറോ പറയുന്നു. ആ ലിസാൻമാൻ എന്നെ ഓക്കെ പറയുന്നു. ഈ ലിസാൻമാൻ എന്റെ ഫ്രണ്ടാണ്, അതുകൊണ്ട് നിങ്ങളുടെ ജീവനൊരു ആപത്തുമില്ല എന്ന് ഹീറോ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. നിങ്ങൾ 3 പേരും എന്നെ അറ്റാക്ക് ചെയ്യണം, അത് വെച്ച് നിങ്ങളുടെ സ്കില്ലും സ്ട്രെങ്ത് ഒക്കെ ഞാൻ അനലൈസ് ചെയ്യാം എന്ന് ഹീറോ പറയുന്നു. ഹീറോയുടെ പഴയ സ്റ്റുഡൻസ് ആ ലിസാൻമാനായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയ സ്റ്റുഡൻസ് ഹീറോയുമായിട്ടും എല്ലാവരും കൂടെ ഒരുമിച്ച് ഹീറോ അറ്റാക്ക് ചെയ്യുന്നു. നിന്റെ ബോവിലുള്ള മാന നീ ഇൻക്രീസ് ചെയ്യണം, അല്ലെങ്കിൽ അടുത്തോടെ ഞാൻ കത്തിച്ചളയും എന്ന് ഹീറോ പറയുന്നു. ഷീഫ് നല്ല രീതിക്ക് തന്നെ ഹീറോനെ ഫയർ വെച്ച് അറ്റാക്ക് ചെയ്യുന്നു. ക്യാരൻ ഹീറോനെ മൊത്തത്തിൽ തന്നെ ഫ്രീസ് ചെയ്ത് കളയുന്നു. ഈ അറ്റാക്ക് ഉള്ളായിരുന്നു, എന്നാൽ നിങ്ങൾ സ്പെല്ല് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറെ സമയം എടുക്കുന്നുണ്ട് എന്ന് ഹീറോ പറയുന്നു. വീണ്ടും ആരോ വെച്ച് അറ്റാക്ക് നേരത്തെ അത് കരിച്ചു കളയുന്നു. ഓരോ ആരോ തന്നെ നിന്റെ മൊത്തം മാനയും കൂടെ കൊടുക്കാൻ പാടില്ല എന്ന് ഹീറോ പറയുന്നു. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് എന്നെ വീണ്ടും അറ്റാക്ക് ചെയ്യും എന്ന് ഹീറോ പറയുന്നു. അവരും ഹീറോ അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്നു. പിന്നെ കാണിക്കുന്ന ലിസർമാനോടുള്ള ഫൈറ്റ് ആണ്. ലിസർമാൻ അവൻ്റെ 20% പവറിൽ തന്നെ ആ പിള്ളേരൊക്കെ അടിച്ചുറക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്റ്റുഡൻസൊക്കെ അവരെ കൊണ്ട് പറ്റുന്ന മാക്സും ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. എന്നാൽ ലാസ്റ്റ് എല്ലാ സ്റ്റുഡൻസും തോറ്റു പോകുന്നു. നിങ്ങൾക്കല്ല ഏത് ഏരിയയിലാണ് അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി നിങ്ങൾ റിപ്പോർട്ടായിട്ട് എഴുതി കൊണ്ടുപോവാ. പിന്നെ കേരൻ നീ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ ഹീറോ അവിടെ നിന്ന് പോകുന്നു. ഇതൊന്നും ശരിയല്ല, ടീച്ചർ ഞങ്ങളെ കൊണ്ട് പറ്റാത്ത ടാസ്ക് തന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ പിള്ളേർക്ക് വിഷമിക്കുന്നു. നിങ്ങൾ മാസ്റ്ററിനെ പറ്റി തെറ്റിദ്ധരിച്ചേക്കുവാണ്. മാസ്റ്റർ നിങ്ങളുടെ കാര്യത്തിൽ വേറെ ചിന്തയുണ്ട്. അതുപോലെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവും മാസ്റ്റർ നിങ്ങൾക്ക് കരുത്തില്ല. മാസ്റ്റർ നിങ്ങൾ അത്ര വിശ്വാസമുണ്ട് എന്ന് ഷീക്കി അവരോട് പറയുന്നു. നിങ്ങൾ ഓക്കെ അല്ലേ എന്ന് ഷീക്കി ചോദിക്കുന്നു. എന്താണെങ്കിലും ശരി, ഞങ്ങൾ അവരുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യും എന്നാ റംബ്രാൻഡ് സിസ്റ്റേഴ്സ് പറയുന്നു. നിങ്ങളോട് പഠിക്കാൻ പറ്റി ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് എന്നാ റംബ്രാൻഡ് സിസ്റ്റേഴ്സ് പറയുന്നു. ഇവരാണോ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ബോയ്സ് ഒക്കെ ഷോക്കാവുന്നു. പിന്നെ കാണിക്കുന്ന ഹീറോനാണ്. ഇതെന്താ ടീച്ചർ എന്നെ മാത്രം തനിയെ വിളിപ്പിച്ചേ എന്ന് കേരൻ ചോദിക്കുന്നു. നിന്റെ അതേ വയസ്സുള്ള പിള്ളേരെക്കാട്ടിലും കൂടുതൽ പവർ നിനക്കുണ്ട്, സത്യം പറ നീ ആരാ എന്ന് ഹീറോ ചോദിക്കുന്നു. എന്നെപ്പറ്റി അറിയണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതും എന്റെ ബോഡിയെ പറ്റി അറിയാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് അവൾ ചോദിക്കുന്നു. നീ ഒരു ഡീമണല്ലേ എന്ന് ഹീറോ ചോദിക്കുന്നു. നോക്കി അവിടെ നിൽക്കുന്ന ബാക്കി 2 ഹീറോസുമായിട്ട് ഫൈറ്റ് ചെയ്ത ആ ഡീമൺ റോണയാണ്. ആ ഡീമൻ അവിടെ വേഷന്മാർ വന്നേക്കുവാണ്. നീ എന്തോ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് അവൾ ചാമിങ് യൂസ് ചെയ്യുന്നു. വെറുതെ നോക്കണ്ട, ആ പവർ നിന്റെ വർക്കാവത്തില്ല എന്ന് ഹീറോ പറയുന്നു. അപ്പം നിനക്ക് എല്ലാ സത്യവും മനസ്സിലായി, ഇനി നിന്നെ എനിക്ക് വെറുതെ വിടാൻ പറ്റത്തില്ല എന്ന് അവൾ പറയുന്നു. നീ ശരിക്കും ആരായി അക്കാഡമി നീ എന്ത് ചെയ്തോണ്ടിരിക്കുക, ആ യഥാർത്ഥ ക്യാരൻ എന്ത് പറ്റി എന്ന് ഹീറോ ചോദിക്കുന്നു. ഞാനൊന്നും അവളെ കൊന്നിട്ടില്ല, അവളെ ഹ്യൂമൻസ് തന്നെ വന്നേ എന്ന് അവൾ പറയുന്നു. ഓ അങ്ങനെയാണോ, എങ്കിൽ ശരി എന്ന് പറഞ്ഞ് ഹീറോ വലിയ കാര്യമാക്കുന്നില്ല. അല്ല നീ എങ്ങനെ എന്നെ കണ്ടുപിടിച്ചേ, നീ ഒരു ഹ്യൂമൻ തന്നെയാണോ എന്ന് അവളെ ചോദിക്കുന്നു. ഞാൻ ഒരു സാധാരണ മർച്ചന്റാ, നിനക്ക് എങ്ങനെ ഡീമൻ ലാംഗ്വേജ് അറിയാം എന്നാ റോണെ ചോദിക്കുന്നു. എനിക്ക് കോമൺ ഒഴികെ ബാക്കി എല്ലാ ലാംഗ്വേജും സംസാരിക്കാൻ പറ്റും. അതൊക്കെ ഇവിടെ നീ എന്തിനാ അക്കാഡമിയിലേക്ക് വന്നേക്കുന്നത് എന്ന് ഹീറോ ചോദിക്കുന്നു. അതെന്തിനാണ് ഞാൻ നിന്നോട് പറയുന്നത് എന്ന് അവൾ പറഞ്ഞോണ്ടിരിക്കാൻ നേരത്തെ ഷീക്ക് വരുന്നു. ഇവളുടെ പേര് റോന, ഇവളെ ഡീമൻ ആർമി ഉള്ളതാണ് എന്ന് ഷീക്ക് പറയുന്നു. ഞാൻ വിളിച്ചായിട്ടുന്ന സമയത്ത് ഞാൻ ഇവളോട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഇവളത്ര നല്ലവളൊന്നുമല്ല എന്ന്
എന്ന് ഷീക്ക് ടെലിപ്പതി യൂസ് ചെയ്ത് ഹീറോട് പറയുന്നു. ഞങ്ങൾ രണ്ടുപേരുണ്ട്, ഇപ്പോഴും നിന്നെ കൊണ്ട് ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ഹീറോ ചോദിക്കുന്നു. എങ്കിൽ ശരി, വാ നമുക്കെല്ലാം കഴിച്ചുകൊണ്ട് സംസാരിക്കാം എന്ന് പറഞ്ഞ റോവനെ അവർ റെസ്റ്റോറൻറ്റ് കൊണ്ടുപോകുന്നു. അല്ല നീ എന്തിനാ അക്കാഡമിയിലോട്ട് വന്നേക്കുന്നത് എന്ന് ഹീറോ ചോദിക്കുന്നു. ഫസ്റ്റ് നീ കോസ്റ്റിനോ ട്രേഡിംഗ് കമ്പനിയെ പറ്റി പറ. ഞാൻ കണ്ടില്ല ഒരു ഏജന്റ് അല്ലേ എന്ന് അവൾ ചോദിക്കുന്നു. അല്ല, ഞാൻ ഹ്യൂമൻസിന്റെ സൈഡിലും അല്ല ഡീമൻസിന്റെ സൈഡിലും അല്ല, ഞാൻ ന്യൂട്രൽ, അത്രേ ഉള്ളൂ. വാർ വരുവാണെങ്കിൽ എന്റെ ട്രേഡിംഗ് കമ്പനി അടുത്ത് അഫക്റ്റ് ആവാൻ പാടില്ല. ഇൻഫർമേഷൻ ആണ് ഒരു മർച്ചന്റ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി പറ, നീ എന്തിനാ ഇവിടെ വന്നേക്കുന്നത് എന്ന് ഹീറോ ചോദിക്കുന്നു. മാസ്റ്റർ, ഇവള് സെഡ്യൂസ് ചെയ്ത് എല്ലാവരും മയക്കുന്നോളാ, ഇവള് പറയുന്നത് വിശ്വസിക്കരുത്, ഇവള് പണ്ടേ ഉടായിപ്പാ എന്ന് പറഞ്ഞ ഷീക്ക് ഫുഡ് ചെയ്യുന്നു. എനിക്ക് ഇനിയും നിന്നെ വിശ്വാസം വന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ പരസ്പരം അങ്ങോട്ടും കൂടെ മനസ്സിലാക്കണം, അതിന് നമ്മൾ ക്ലോസ് ആവണം എന്ന് റോണ പറയുന്നു. മാസ്റ്റർ, ഇവള് വേറെ കാര്യം ഉദ്ദേശിക്കുന്നേ എന്ന് ഷീക്ക് പറയുന്നു. എന്റെ മാസ്റ്റർ നിന്നെപ്പോഴത്തെ ആളോട് ഇരിക്കാൻ വേണ്ടി അത്രയും ചീപ്പല്ല എന്ന് ഷീക്ക് പറയുന്നു. എങ്കിൽ ശരി, നിങ്ങൾക്ക് ഞാൻ ചെറിയൊരു ക്ലൂ മാത്രം തരാം. ഹ്യൂമനോട് എക്സ്പെരിമെന്റ് അത് തടയാൻ വേണ്ടി ഞാൻ ഈ അക്കാഡമിയിലോട്ട് വന്നിരിക്കുന്നത് എന്ന് അവൾ പറയുന്നു. പിന്നെ കാണിക്കുന്ന ലൈം ഹീറോനെ കാണാൻ വേണ്ടി ട്രേഡിംഗ് കമ്പനിയോട് വരുന്നതാണ്. അല്ല നീ ആരാടാ എന്ന് ഹീറോ ചോദിക്കുന്നു. നിങ്ങൾ എന്നെ മറന്നുപോയാ എന്ന് പറഞ്ഞ് ലൈം ഷോക്കാവുന്നു. ലൈമിന്റെ ലുക്കൊക്കെ ഇപ്പൊ മാറി. ഹീറോയ്ക്ക് അവനെ ഓർമ്മ വരുന്നു. നീ ടോമോയുടെ സ്പൈ അല്ലേ? ഡെമി ഹ്യൂമൻസിനെ തട്ടിക്കൊണ്ട് പോയിട്ട് ഹ്യൂമൻസിനെ പവർഫുൾ ആക്കുന്ന ഒരു ഡെമി ഹ്യൂമൻ എക്സ്പെരിമെന്റ് നടക്കുന്നുണ്ട്. അതാ അസസിംഗിൾഡാ ചെയ്തോണ്ടിരിക്കുന്നത്. അതുപോലെ ഒരു അസസി എന്നെ കൊല്ലാനും വന്നായിരുന്നു. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഫേക്ക് ആവാൻ ചാൻസ് ഇല്ല എന്ന് ഹീറോ പറയുന്നു. എങ്കിൽ ശരി, ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചോളാം എന്ന് ലൈം പറയുന്നു. പിന്നെ നിങ്ങൾ ഈ കളയിൽ കുറച്ച് നാളത്തേക്ക് എക്സ്ട്രാ ഷിഫ്റ്റ് ഒക്കെ ചെയ്യേണ്ടി വരും, എന്നാൽ നിങ്ങൾക്ക് ബോണസ് ആയിട്ട് പഴം ഞാൻ തരാം എന്ന് ഹീറോ പറയുന്നു. പഴത്തിന് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും എന്ന് അവർ പറയുന്നു. മാസ്റ്റർ ചിലപ്പോൾ കള്ളം പറഞ്ഞാവാൻ വരെ ചാൻസ് ഉണ്ട്, അവള് പറയുന്നത് വിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന് ഷീക്ക് പറയുന്നു. എന്നാൽ ഷീക്ക് ആ കാര്യത്തിൽ എനിക്കും ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു എന്ന് ഹീറോ പറയുന്നു. ആ ഡീമൻ ശരിക്കും പവർഫുൾ ആണ്, എന്നാൽ മിയയുടെ അത്രയൊന്നുമില്ല. അവളെ മിയയുടെ ബാഡ് വെർച്ചെന്ന് വിചാരിച്ചാൽ മതി, എപ്പോഴും അവൾ പറയുന്നത് വിശ്വസിക്കരുത് എന്ന് ഷീക്ക് പറയുന്നു. ശരി, നമുക്ക് പോകാൻ ടൈമായി എന്ന് ഹീറോ പറയുന്നു. മാസം ഞാൻ ഓൾറെഡി റെഡിയാക്കി വെച്ചേക്കുക എന്ന് ഷീക്ക് പറയുന്നു. ഇടയിൽ ലേഡീസ് ഹോസ്റ്റലാണോ കൊട്ടാരമാണ്, ഞാൻ വിചാരിച്ചാൽ ഇത്ര ലക്ഷറി ആയിരിക്കും എന്ന് പറഞ്ഞ് ഹീറോ റംറാൻ ജസ്റ്റിസിനെ പോയി മീറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ അസുഖം മാറിയപ്പോൾ തന്നെ ഞാൻ വന്ന് കാണേണ്ടായിരുന്നു, നിങ്ങളുടെ അസുഖം മാറിയാൽ എനിക്ക് നല്ല സന്തോഷമുണ്ട് എന്ന് ഹീറോ പറയുന്നു. ക്ലാസ് എടുക്കുമ്പോൾ അതിനെക്കാട്ടി ഡിഫറെന്റ് ആയിട്ടാണല്ലോ ഇപ്പൊ നിങ്ങൾ നടക്കുന്നത് എന്ന് അവർ ചോദിക്കുന്നു. ബാക്കിയുള്ള സ്റ്റുഡൻസിന്റെ ഒന്നും പറയണ്ട എന്ന് ഹീറോ പറയുന്നു. നിങ്ങൾ കാരണമാണ് ഞങ്ങൾ പഴയതുപോലെ ആയത്, ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചതിന് നിങ്ങളോട് ഞങ്ങൾക്ക് കടപ്പാടുണ്ട് എന്നാൽ രണ്ട് സിസ്റ്റേഴ്സും പറയുന്നു. അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം എന്ന് ഹീറോ പറയുന്നു. ഞാൻ ക്ലാസ്സിൽ എപ്പോഴും സ്ട്രിക്റ്റ് ആയിരിക്കും, അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട എന്ന് ഹീറോ പറയുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞങ്ങൾ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം എന്ന് അവർ പറയുന്നു. എനിക്ക് ലുക്കിലെന്നും പറഞ്ഞ കളിയാക്കാനൊന്നും നിൽക്കണ്ട, കുറച്ച് നാൾ മുമ്പ് നിങ്ങൾ എങ്ങനെയാണെന്ന് ഓർത്താൽ മതി. അയ്യോ, അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ എന്ന് അവർ പറയുന്നു. നിങ്ങളുടെ ഡെയിലി റിക്കവറി നിങ്ങളുടെ അച്ഛൻ റിപ്പോർട്ടഡ് ചെയ്താന്ന് പറയായിരുന്നല്ലോ, അതെന്തായി എന്ന് ഹീറോ ചോദിക്കുന്നു. ആ തെറ്റ് ചെയ്യാൻ ഞങ്ങൾ പണിഷ്മെന്റ് ഓൾറെഡി കൊടുത്തു എന്നാൽ രണ്ട് സിസ്റ്റേഴ്സും പറയുന്നു. ഇവരെ പറ്റി കേട്ട റൂമർക്ക് ശരിയാണെന്ന് തോന്നുന്നു എന്ന് ഹീറോ ആലോചിക്കുന്നു. ചിലപ്പോൾ ആ കേസിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് അവർക്ക് പേഴ്സണാലിറ്റി ചേഞ്ച് വന്നതായിരിക്കും എന്ന് ഷീക്ക് ചോദിക്കുന്നു. എങ്ങനെയാണെങ്കിലും ശരി, അവിടെ നല്ല രീതിക്കാൻ മാറിയേക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് ഹീറോ പറയുന്നു. പിന്നെ കളിക്കുന്ന ലൈമിനെയാണ്. ലൈം ഇപ്പോൾ ഹീറോ പറഞ്ഞ കാര്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹ്യൂമനോട് എക്സ്പെരിമെന്റിനെ പറ്റി ആർക്കൊന്നും അറിയത്തില്ല. അക്കാഡമിയുടെ അകത്തോടെ ഒരു അബാൻഡമെന്റിലോട്ട് ലൈം പോകുന്നു. ഏതൊരു ഹ്യൂമനെ അവിടെ എക്സ്പെരിമെന്റിന് വേണ്ടി പിടിച്ചോണ്ട് പോയാൽ ലൈമിന് മനസ്സിലാവുന്നു. പെട്ടെന്ന് അങ്ങോട്ടേക്ക് ആരോ വരുന്നു. നീ ഞാൻ അങ്ങോട്ട് തല കാണത്തില്ല എന്ന് ലൈം പറയുന്നു. എന്നാൽ വന്നവനോട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. എനിക്കറിയാം ഞാൻ കുറേ ഡിലേ ആയിരുന്നു, എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു. എക്സാം കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീവർ വന്നു, അതുകൊണ്ട് എത്ര ഡിലേ ആയി. വീഡിയോ മാക്സിമം ലൈക്ക് അടിക്കുക, വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ബൈ.